Manjeet, and I'll brief you about the Khiranga trek now. And I hope you had breakfast, all of you. And the second thing is that we are 30 to 50 minutes late. Everything, every essential thing like hiking pole, like your trekking shoes, like food, like extra chocolates, cold drinks, whatever you want to do. He will be your track leaders. This will be your track leaders. Mr. Sanju Thakur, he will lead you. He will be in the front. കൂടെ എപ്പോഴും കൂടെ നടക്കുന്ന അലീഫ്. അത്രേ ഉള്ളു. അവരെ ഓടെയാണ് അവര് ആ സ്റ്റാർട്ടിങ്ങുള്ള ആവശ്യം. ഓ സെൽഫി എടുക്കാൻ പറ്റില്ല. അതെ നൈസ്. First checkpoint reached. This is a starting point. ഫോക്കസ് ആകും. അവിടെയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നടന്ന് ഇങ്ങനെ കയറി ഏതുവഴി കയറി ഇവിടെ വന്ന് ഇത് ഫസ്റ്റ് ചെക്ക് പോയിന്റ് എത്തി. ഇനി അവിടുന്ന് കൊണ്ട് മൊത്തം ഏകദേശം 10 കിലോമീറ്ററാണ് ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ബൈ. ബുദ്ധി ഇല്ലാത്തോണ്ട് തലേദിവസം ഒന്ന് പഠിക്കൂല. അതുകൊണ്ട് അവൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്താണ് എങ്ങനെ ട്രക്കിങ്ങിന് പോകണം, ഇത്രയും മീറ്റർ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ല ചെത്തിക്കാച്ചുണ്ട്. വെയിറ്റ് അൻഫലോടാ अनफल किधर? अनफल उधर से. ओके आशिक. ए नंबर 1 पेटा. नंबर 1 पेटा. ए भाई. पेटा. സമയമായി. ചിലപ്പോൾ ആമേടാ കാര്യം. ആവില്ല. അവിടെ വലിയ കിടന്ന് ഉറങ്ങിയില്ല. അവൻ ടാറ്റിക്സ് കാണിക്കുന്നു. ആമ ഓടിക്കണം. ആ പോയി ഗൈസ്. ഏ വെടി പോയി. ഏ ആഷിക്ക് വെടി നീ എവിടെ പോണ കാട്ടില്? എന്തിനാണ്? രണ്ടുപേരും അവിടെ. ആകാശ ഫ്രണ്ടിൽ ഓടി. ബാക്കിൽ അൻഫലോ അവന്മാരല്ലേ അവന്മാരും നമ്മൾ മാത്രമുള്ള ബാക്കിന്ന് കാണാനില്ല. അല്ലെ കാറ്റ് എൻജോയ് ചെയ്ത് കളിയാ ഇങ്ങനെ അല്ലേ. ആ സംഭവിച്ചോ ആണോ ഉണ്ടെന്നാ പറഞ്ഞ ഞാൻ പറ്റോ ഞാൻ പോയാ ഫോം വിളിക്കുന്ന തളർന്ന കാവ്യ, ചില്ലായിട്ട് നിൽക്കുന്ന മാം, ഒന്നിനും കൊള്ളാത്ത കാട്ടുമൂപ്പൻ അമ്മ, ജില്ല് നിൽക്കുന്ന സാഫ്, ഡാർക്ക് ചോക്ലേറ്റ് മാത്രം തിന്ന് കിടക്കുന്ന ബാക്കിന് വിലയുള്ള വർഷ, ഫോക്കസ് ആവാത്ത വർഷ, മാസം കൊണ്ട് നമ്മളെ കൂടെ എപ്പോഴും കൂടെ നടക്കുന്ന അലീഫ്. ബാക്കി നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. പട്ടി താഴെ തൊട്ടേ നമ്മളെ കൂടെ ഉണ്ട്.
നയന ആദ്യം വയ്യെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭ്രാന്ത് പിടിച്ച് ജില്ല ഇട്ട് നമ്മൾ നടക്കുകയാണ്. നമ്പർ എത്രയാണ്? നമ്മളിപ്പം എവിടെയാ ലൊക്കേഷൻ ഏതാ? പോകുന്ന വഴിക്ക് രണ്ടാമത്തെ ക്യാമ്പ്. ചിന്നൂസ് കട്ടൻ എങ്ങനെയുണ്ട്? കുടിച്ചോ? കട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടൻ നമുക്ക് വേറെ ഒരിടത്തും കിട്ടൂല, മണാലിയിൽ മാത്രമേ കിട്ടുള്ളൂ. മണാലി അല്ല അളിയാ, കീർഗംഗ. കീർഗംഗയിൽ മാത്രമേ ഇവിടെ വിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ വിൽക്കുന്നുണ്ട്. അൻപല്ലേ ഇല്ലടാ, ഇത് കിട്ടില്ല. വാടാ, ഇതാണ് നമ്മളെ കട. ജസ്റ്റ് തളർന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ മാത്രം ഒരു കട്ടൻ ട്രൈ ചെയ്യാം, അല്ലാതെ ഒന്ന് കുടിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ഒരു പിങ്കും ഉണ്ട്. ആ ഈ ടിങ്കു വേറെ അടുത്തുണ്ട്. നമ്മൾ ചെറുങ്ങനെ കടിച്ചു അവൻ അവനെ കാണുന്നില്ല. അവൻ തന്നെയാണ്. വേണ്ട, ചായ കുടിച്ച് ആര്? ഓ മൈ ഗോഡ്, we are trapped. Help. അവരൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി വേറെ രണ്ടുപേര് കയറാൻ നടക്കടി വർഷം അങ്ങോട്ട്. മഴ കണ്ടോ ബസ്? അവിടെ ഇവിടെയൊക്കെയാണ് പോണേന്ന് തോന്നുന്നു. അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് 3 കിലോമീറ്റർ ഉണ്ടെന്ന്. നമ്മളിപ്പോ തന്നെ 5 കിലോമീറ്റർ നടന്നു. ചാവാറായി. കണ്ട വർഷയുടെ ചിരി കണ്ടാ അറിയാം വർഷം ഇപ്പൊ ചാവുന്നു. ഒടുക്കത്തെ സ്റ്റാമിനാണ്. കണ്ടേ ചുവന്ന സ്കൈ, വെള്ളപ്പുക, ചുവന്ന സ്കൈ, ഇവിടെ മഞ്ഞ്, പാട്ടേ കോമ്പിനേഷൻ. പിന്നെ ഇവിടെ ഓരോരുത്തന്മാരത് അവിടെ ചാവാറൊക്കെ വെള്ളം കൊണ്ട്. പിന്നെ അതിന്റെ അകത്ത് നിഹാല് മൂത്രമൊഴിക്കാൻ കയറിയിട്ടുണ്ട്. വെള്ളം അടിച്ചപ്പോ അടിയായിട്ട് ഇറങ്ങി. കുഞ്ഞില്ലേ കുനിഞ്ഞ് കുനിഞ്ഞ് വർഷം സീൻ പിടിക്കാനിരിക്കണോ? അതുകൊണ്ടല്ലേ പൊക്കറ്റ് കയറിയിരിക്കണം. അവളുടെ ചിരി കണ്ട അവളെ പൊളിയെന്ന് പൊളിയെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു? അത് എങ്ങനെ ഉണ്ടായിരുന്നു പറ. വടിയായ ആദ്യമായിട്ട് നീ കണ്ടത് വടിയായിരുന്നു. എല്ലാം കിട്ടിയല്ലോ.
മല കയറാന്ന് പോകണ്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് തുടങ്ങി. മലയുടെ അടുത്തേ വന്നോളൂ. അവിടെ മല ഇവിടെ എത്തി പഴയ സ്ഥലത്ത് വന്നു. ഇതാണ് ഇവിടുത്തെ ബാത്റൂം, ഇതാണ് ഇവിടുത്തെ ടെൻറ്റുകൾ. നമ്മൾ കിടന്ന ക്യാമ്പ് ഇതാണ്, നമ്മുടെ ക്യാമ്പ് ഇതാണ്, കീർഗംഗ ഹൈറ്റ്സ്. ചെറിയ ചെറിയ സീനുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേർ പയ്യുണ്ടായി. ഇപ്പം എല്ലാം സോർട്ട് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. സോ എല്ലാം ശുഭമായി തീരുമെന്ന് കരുതുന്നു. ശതമാനമുണ്ട്. ആ ബിസ്ക്കറ്റ് കഴിക്കും കേട്ടാ. സാർ ഓക്കെ ഹായ് ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ട് 6-7 മണിക്കൂർ 12 കിലോമീറ്റർ ഈ പട്ടിക്കാട്ടിൽ നടന്നു. ചത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ ക്യാമറ തിരിക്കാൻ വയ്യ, പക്ഷെ എന്നിരുന്നാലും ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. തന്നെ ആകാശ് എല്ലാമാരും ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഈ സൊനാപ്പ് കാണിക്കാനാണ് ഇത്രയും നേരം കൊണ്ടുവന്നത്. നമുക്ക് താഴെ നിന്ന് കാണുന്ന സാധനമായിരുന്നു ഇത്. ഇതാ ഇവിടെ സോപ്പ് എന്തുവാ മോൻ കഴിവാന്ന് പറഞ്ഞാൽ സോപ്പ് വെച്ചാൽ പദമൊന്നും പറയല്ല. സുറാമണി സോപ്പ് പതയുണ്ടാവല്ലോ, എല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഓക്കെ ബൈ. ഇവിടെ എല്ലാവരും വിറച്ച് ചത്തിരിക്കുകയാണ്. ഇങ്ങനെ മറ്റേ ഓക്സിജൻ മാസ്ക് ഉണ്ട്, മറ്റേ സൊനാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ മിസ്സിച്ച് കയറിയതാണ്. ഇതാ എല്ലാവരും ഉണ്ട്. ഓക്കെ വീഡിയോ ഉണ്ട്. ഇതാ എല്ലാവരും പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇതാ കമാൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പോലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും, കാരണം വെറും പട്ടിയായിരുന്നു. ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രഷർ കാരണം കുറേ പേർ ശ്വാസം പട്ടി. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൻ്റെ അകത്ത്. ജീവനോടെ എങ്ങനെയോ തിരിച്ചു വന്ന് അങ്ങനെയല്ല ചെയ്യണ്ടേ. ഹലോ യൂട്യൂബ് ചാനൽ ഞങ്ങൾ നിൽക്കുന്നത് മറ്റെന്താണ് മലയുടെ പേര് പറഞ്ഞത്? കീർഗംഗ ഹൈക്ക്. ഓപ്പോസിറ്റ് മലക്കൊരു പേര് പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് അല്ല, ആ കീർഗംഗയുടെ ഓപ്പോസിറ്റ് മല. പേരൊന്നും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നിരുന്നാലും അങ്ങനെയല്ല. മലയുടെ പേര് കൂടെ പറഞ്ഞ ആളാണ്. പക്ഷെ നടന്നില്ല, ഒത്തില്ല ഇത്രേ ഉള്ളൂ. അവിടെ എല്ലാം എന്താ നടക്കുകയാണ്. അടുത്ത സെറ്റ്. ഓക്കെ ഗൈസ്, എല്ലാവരും ഈ കള്ളപ്പട്ടി എന്നെ കടിച്ച് ആ കിടക്കണ പട്ടി. പിന്നെ അടുത്ത എഡിറ്റർ ഇടയിൽ നമുക്ക് കൊണ്ടുപോകാം ക്യാമറ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിംഗ്? മോർണിംഗ് ഗൈസ്. ഓക്കെ എല്ലാം കഴിച്ചിട്ടുള്ളൂ, നമ്മൾ മൂഞ്ചിപ്പോ. ഓക്കെ എന്തായാലും രണ്ടും ഒരേ ഇത് തന്നെയാണ്. എനിക്ക് വിശക്കണം, എല്ലാം വാങ്ങിച്ച കഴിക്കാൻ. വിശക്കാൻ ഇവിടെ തിന്ന എന്തോ ഉണ്ട്. പുല്ലുവാരി കഴിക്കുക. ബിരിയാണി
ബിരിയാണി. ഈ മലയുടെ മണ്ടയിൽ ബിരിയാണി മട്ടൻ ബിരിയാണി. അതെ, മട്ടൻ ബിരിയാണി. മട്ടൻ, ഇന്ത്യൻ മട്ടൻ, സൗത്ത് ഇന്ത്യൻ മട്ടൻ, കേരള മട്ടൻ. ഓക്കെ, അടുത്തത് ബീഡി. ബീഡി ഒന്നും പറയാനില്ല, സ്തംഭിച്ചിരിക്കുകയാണ് കുറച്ച്. ഓക്കെ, സിഗ്മ മെയിൽ നോക്കിയതാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സംഭവം നൈസാണ്. പക്ഷേ രാത്രി അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു കയറി. അത് ഏകദേശം എല്ലാവരും സോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വെക്കാം. അടുത്ത പ്രാവശ്യം എൻ്റെ പട്ടി വരും. അതെ, ലുക്ക് നോക്കിയാണ് ഇവിടെ ജീവനുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ ലുക്ക് നോക്കുന്നത്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. ഇതിനെ വിശ്വസിക്കില്ല, ഇതിനെ വിശ്വസിക്കാം. പറയട്ടാ, ഭയങ്കര സീനായിരുന്നു. രാത്രി വന്ന് കയറിയത് തന്നെ എങ്ങനെയോ ഭാഗ്യത്ത്. പിന്നെ ഫുഡാണെങ്കിൽ അത്ര തന്നെ. അപ്പോൾ ഫുഡ് കിട്ടിയ ഫുഡ് എല്ലാം ഫുഡായിരുന്നു, ജാതി ഫുഡ്. തണുത്ത് വിറച്ച് ജാക്കറ്റൊക്കെ ഇവിടെയൊക്കെ ഉണങ്ങായിട്ടേക്കുകയാണ്. ക്വില്ലെന്നൊക്കെ പറഞ്ഞു. ക്വില്ല് ഇതുണ്ട രാമേന്ദ്രന് 500 രൂപയ്ക്ക് കിട്ടണ സാധനമാണ് ക്വില്ല് പറഞ്ഞു. പിന്നെ സൂരജ്, യവൻ എന്ത് ജന്മമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. തണുപ്പുമില്ല ചൂടുമില്ല, ഇതുങ്ങൾക്കെല്ലാം വയ്യാണ്ടായി. ടെൻഷനൊക്കെ അടിച്ച് നയന അമീൻ, എൻ്റെ സ്വന്തം അമീനൊക്കെ ഉള്ളത് കൊണ്ട് കാരണം ഞാൻ ജീവനോടെ തിരിച്ചു കയറി ഗൈസ്. ഇതായിരുന്നു ക്യാമ്പ് ഫയർ. ഇത് ക്യാമ്പ് ഫയർ ആയിരുന്നു, നല്ല തണുത്ത ക്യാമ്പ് ഫയർ. ഷൂവിന് വേണ്ടി അടിയാ. എല്ലാവരും ഇടിച്ച് കിള്ളിയായി പഞ്ചറായിരിക്കുകയാണ്. ഉള്ള ഇടിയെല്ലാം കിട്ടി ഒരു ബോധമില്ലാണ്ട് നടക്കുകയാണ് എല്ലാവരും. ഈ കാണുന്ന ഷോക്സിൽ ഏതെങ്കിലും ഇനി ഹോട്ട് സ്പ്രിങ് ഇനി വല്ല ചാല് പോലത്തെ സംഭവമാണെങ്കിൽ ഇതാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടും മൂവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റണില്ല, ഒരു കൈയൊക്കെ മരവിച്ചിരിക്കണുണ്ട്.